നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നു. ഉത്സവമായിരുന്നു. അടിയും വെട്ടും കൂട്ടും ഒക്കെ ആയിട്ട് എല്ലാം നശിപ്പിച്ചു. ഈ പരമേശ്വരൻ ശിവാനന്ദനും ചെയ്യുന്ന തോന്നിവാസങ്ങള് എന്റെ ഭഗവാൻ. സന്തോഷമായിട്ട് ഒരു ഉത്സവം കണ്ടിട്ട് ചാകാൻ പറ്റുമോ? ഇത് ഞാൻ ശരിക്കാണല്ലോ ചെയ്തോണ്ടിരിക്കുന്ന. പിന്നെ എന്തുവാ? ഒന്ന് മാറി നിൽക്കാം. എന്തിനാടി ഈ കളവി അങ്ങനെ ഞാൻ തുണി മാറ്റാൻ പോവാ. വേഗം പോ. അമ്മാവ വടക്കേ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ കൊച്ചുപറമ്പിലും കൊടുത്തിട്ടുണ്ട്. കണ്ണാട്ട് കൊടുക്കാൻ കൊടുക്കാനുള്ളത് കൊച്ചമ്മാവിന് മാത്രമേ കൊടുക്കാനുള്ളൂ. 2 ഇല എടുത്ത് കെട്ടിക്കൊണ്ട് കൊടുക്കുക. നല്ല പീസ് നോക്കി വേഗം എടുക്കുക. ചെല്ലേ. ഇഡ്ലി പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഈ പെണ്ണ് ഇതൊന്നും കണ്ടില്ലേ? തിന്നാൻ സമയമാകുമ്പോ ഓടി ഇങ്ങോട്ട് വരും. മുത്തുമണിയേ, എടി മുത്തുമണി, എടി ഞാൻ വിളിച്ചോന്ന് നീ കേട്ടില്ലേ? രാവിലെ തുടങ്ങിയ പണി, എനിക്കൊരു സഹായത്തിന് പോലും ആരും ഇല്ല. എല്ലാം തിന്നുന്ന സമയമാകുമ്പോ ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? വീടിനകത്താണോ കളിച്ചോണ്ട് നടക്കുന്നത്? നിനക്കൊന്ന് പറയാനില്ല. എന്താടാ നീയും ഇന്നലെ ഉത്സവത്തിനിടയ്ക്ക് വെള്ളം അടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല അടിപിടി ഉണ്ടാക്കിയോ? അങ്ങനെയൊന്നുമില്ല അമ്മാവ. വെറുതെ കുരുക്കൊന്നും ഉണ്ടാക്കി വെക്കണ്ട. എന്താടി കഴിക്കുന്നില്ലേ? ഇതിലുള്ളത് കഴിച്ചോളാം. ഞങ്ങളുടെ ചേട്ടനെ കുത്തിയിട്ട് അവന്മാര് നാട്ടില് സൂക്ഷിച്ച് ജീവിക്കുവോ? വിട്ടുകളയെന്ന് വിചാരിച്ചല്ലേ? നമുക്കിപ്പോ ചോദിക്കാമല്ലോ. പള്ളിക്കൂടത്തിൽ പോവാ. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കൊള്ളാൻ, പോയിട്ട് വാ. പിള്ളേരോടൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ല തലേ കയറി ഇരുന്ന് അങ്ങ് നിരങ്ങും. വാ. ഇതെന്താടി ഇതിലേ പോകുന്നേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പറഞ്ഞാലേ വരൂ. സുഖം തന്നെയല്ലേ? എന്താടോ ശവന്തിനി, കുത്തുകൊണ്ടവനെ ആശുപത്രി ചെന്ന് കാണാതെ ഇങ്ങോട്ട് പറഞ്ഞേരാ. അതിനാ വിളിച്ചോണ്ട് വന്നത്. എടോ, ചോദിക്കാൻ വേണ്ടി വന്നിട്ട് ചുമ്മാ ഇരിക്കുകയാണോ? ചോദിക്കേ. എന്റെ അമ്മാവ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ? ഇതിനൊന്നൊരു തീരുമാനമില്ലേ? അപ്പൊ ഞങ്ങൾ ഈ നാട്ടില് പെണ്ണുങ്ങളെ പോലെ നടക്കണമെന്നാണോ പറയുന്നത്? നിന്നോട് അങ്ങനെ നടക്കാൻ ഞാൻ പറഞ്ഞോ? നീ അവന്റെ കൂടെ പിറന്നവനല്ലേ? നീ പോയി തിരിച്ചു കുത്ത്. നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് വെട്ട്. അതിന് ഞാൻ എന്തോ തടസ്സം നിൽക്കുന്ന പോലെയാണോ നീ പറയുന്നത്? കേട്ടാ, നിങ്ങളെ വല്ലവർക്കും വല്ലതും സംഭവിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി നിൽക്കുമല്ലോ. ഇനി അങ്ങനെയാ ചേട്ടാ, ഞങ്ങളിന്ന് നാട്ടിലേക്ക് പുറപ്പെടുക. ഇത്ര നേരം എന്നിട്ട് കഴിക്കാതെ പോകുന്നേ? എല്ലാം തയ്യാറായി കഴിഞ്ഞു. ബസ്സിന് നേരമായി. അതാ. എന്നാ ശരി. ഞങ്ങളങ്ങോട്ട് ഇറങ്ങാം. ശരി, പോയിട്ട് വാ. വരട്ടെ അമ്മാവ. പോയിട്ട് വാ. ചെല്ലമ്മേ, എന്താന്നേ? ഇങ്ങോട്ട് 3-4 കട്ടൻ കാപ്പി എടുക്ക. എന്തായാലും അമ്മാവനാ ബന്ധം വേണ്ടെന്ന് വെച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹം ഇപ്പോഴും വിട്ടു പോയിട്ടില്ല. എന്താ പറഞ്ഞേ? നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി എന്റെ സ്നേഹത്തെ വെച്ച് അളക്കാൻ നോക്കണ്ട. ഒരു കാര്യം, നാളെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ചോദിക്കാൻ വരരുത്. ഞങ്ങൾക്കറിയാം എന്തോ ചെയ്യേണ്ടതെന്ന്. വെറുതെ പറഞ്ഞ പോരടാ, ചെയ്ത് കാണിക്കും. പള്ളിക്കൂടത്തിൽ പോകാതെ ഇതെങ്ങോട്ടടി പോകുന്നേ? നിനക്ക് പള്ളിക്കൂടത്തല്ലേ പോകേണ്ടത്? പോയിക്കോ. അതിങ്ങിതാ വലിയൊരു പഠിത്തക്കാരി വന്നിരിക്കുന്നു. കിടന്നുറക്കാല്ലേ? അവിടെ പോയിരിക്കും. നിന്നോടൊക്കെ പ്രത്യേകം പറയണോടാ. എഴുന്നേക്ക്, അങ്ങോട്ട് ചെല്ല്. സാറേ, അവനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല സാറേ. പോടാ. ബന്ധമില്ലാഞ്ഞിട്ടാണ് കത്തി വെച്ചോണ്ടിരുന്നേ. മണി, ആ കത്തി അങ്ങ് എടുത്തോണ്ട് വാ. ഇരിക്കടാ അവിടെ. അവിടെ ഇരിക്കടാ. ആ തുണി താടാ. എടോ, എന്തിയടോ ആയുധ സപ്ലൈ? അകത്തുണ്ട് സാർ. വിളിച്ചോണ്ട് പോവാ അവനെ. വരാനല്ലേ പറഞ്ഞു? ഒരു ബന്ധമില്ലെന്ന് നാളെ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ സാറിനായിരിക്കും. ഇവനെ അറിയില്ലെന്ന് പറഞ്ഞേക്ക്. മിണ്ടായിരിക്കടാ അവിടെ. എന്താ സാറേ, ഇവനെന്തിനാ ഞങ്ങളുടെ ഒപ്പം ഇരുത്തുന്നത്? ഇവൻ അതിനുള്ള യോഗ്യതയൊന്നുമില്ല. അന്ന് കത്തി കൊണ്ടുവന്ന് ഞാനതാ. അപ്പൊ ആ വണ്ടിയിൽ കത്തി വെച്ച നീയാണല്ലേ? 2 ദിവസം ഇവര് ചോദ്യം ചെയ്തിട്ട് നീ അല്ലാന്നല്ലേ പറഞ്ഞേ? ഞാനാണ് അതിന്റെ പുറകിലെന്ന് പറഞ്ഞു. കേട്ടില്ലേ? നമ്മുടെ സാറാ വെച്ചെന്ന്. നീ അങ്ങോട്ട് മാറാ. ഇത് നിനക്ക് നേരത്തെ പറയാറുണ്ടല്ലോ. നോക്കിയേ. എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ സാറേ. അവനെ എടുത്ത് അകത്തിട്. അങ്ങനെ വിട്ടാ ശരിയാവും. പോസ് കൊടുക്ക. ഉമ്മിരിക്കാതെ ചിരിക്കേ. അവന്മാരെ കൊണ്ടുപോകും. എഴുന്നേക്ക്, വാ വാ, കേറ്. അകത്ത് കയറി ഇരിയടാ. അകത്തോട്ട് പോടാ. എന്റെ മുണ്ടതാ. പുതിയ മുണ്ട് അടിച്ചു മാറ്റാൻ നോക്കുക അല്ലേ? കോണൊക്കെ കൊടുത്താൽ പോലും അഴിച്ചു മേടിക്കും. എന്നാ വരട്ടേടാ താടി. സന്തോഷമായിട്ട് പോയിട്ട് വാ മോനെ. എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ, നാട്ടിലൊന്നും പോകണ്ടേ? എടി കറുമ്പി, എന്താടി നീ ഇങ്ങനെ പോകുന്ന? നിക്കടി അവിടെ. ഇല്ലെങ്കിൽ ഞാൻ. അയ്യോ, കൊച്ചിനെന്താ പറ്റിയേ?
അണ്ടാ ചുണ്ട അണ്ടാ കൊച്ചുണ്ട എന്നെ പിടിക്ക് നെറ്റിയിൽ എന്താണ്? ചോര. അത് തൂത്തുകള. ചുടുവെള്ളം. വയറ്റിൽ എന്താണ്? പൂച്ച. എത്ര പൂച്ച? 1000 പൂച്ച. എനിക്ക് ഇന്ന നീ എന്താടാ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നിന്റെ അമ്മ താടാ. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ട് തന്നെ വന്നത്. നീ നിന്റെ ജോലി നോക്കിപ്പോടാ. എടാ അവരൊക്കെ കവലയ്ക്ക് പോകാടാ. വേഗം പോടാ. ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ലടാ. പോടാ പിശാചേ. ഡാ നിന്നോട് പോവാനാ പറഞ്ഞേ. നിനക്കെന്താ? അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നീ വേണമെങ്കിൽ പൊയ്ക്കോ. എഴുന്നേക്കാൻ പറഞ്ഞില്ലേ? എഴുന്നേക്കടാ. പോടാ. ചവിട്ടീന്ന് പൊക്കോ. നീ പോടാ. വേറെ പണിയില്ല. എവിടെ പോവാ? നിന്നെ എനിക്ക് ഇഷ്ടമല്ല. വിടറാ. നിന്നോട് ഞാൻ കൂട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ല? എന്തുകൊണ്ട് കളിക്കില്ല? അങ്ങനെയാ. എന്താ? എന്നെ വിട്. എടി കറുമ്പി നിക്കടി. അവിടെ നിക്കടി. എന്റെ ദൈവമേ, ഇവനിൽ തന്നെ രക്ഷിക്കണമേ. ഇനി ഇവൻ എന്നോട് മിണ്ടല്ലേ. എടി കറുമ്പി അവിടെ നിക്കടി. മാമൻ വിളിക്കുന്ന കേട്ടില്ലേ? എന്തേലും സംസാരിച്ചു പോ. നീ എന്റെ ആരുമല്ല. മിണ്ടാതെ പോ. എടി നീ കൂടുതൽ ജാടിയൊന്നും കാണിക്കാതെ നിക്കടി അവിടെ. എടി എടി അവിടെ നിക്കടി. ഇങ്ങോട്ട് നോക്കടി. എടാ പോടാ. നീ എന്താണ് എന്റെ അടുത്ത് കാണിച്ചത്? ഈ കാര്യം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞാ നിന്നെ വിടില്ല. നിന്റെ അച്ഛൻ എന്താ 2 കൊമ്പുണ്ടോ? എടി മുത്തുമണി നീ എന്നെ മറക്കില്ലല്ലോടി. ഇനി എന്നെ ഓർക്കുമല്ലോ നീ. ചെറുക്കനെ വളർത്തിയത് കണ്ടോ? അവനെ പോലെ തന്നെ താന്തോന്നിയായിട്ട്. അവിടെയുണ്ട് ശിവാനന്ദൻ. ഇവനെയൊക്കെ എന്നാ ചെയ്യാനാ? ആ ചെറുക്കനെ മരത്തിൽ കെട്ടിയിട്ടിട്ട് അടിച്ച് അവന്റെ തൊലി പറിച്ചെടുക്കണം. വാ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. എന്താളിയാ ഒരു പട തന്നെ ഉണ്ടല്ലോ. ആളിയാക്കിളിയെന്ന് പറഞ്ഞാൽ സ്വഭാവം മാറും. നിന്റെ ഒരു ബന്ധവും വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒതുങ്ങിപ്പോയി ജീവിക്കുന്നത്. എന്നിട്ടും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വെച്ചാ എവിടാ തെണ്ടി ചേർക്കാൻ? ആരുടെ കാര്യമാണ്? എന്റെ ചേട്ടൻ ഉണ്ടാക്കി വെച്ചില്ല ഒരു തലതെറിച്ചവനെ. നാട് മുഴുവൻ തെണ്ടി നടക്കുന്നവൻ. അവനെ ആരാ ചോദിച്ചേ? അവനെ എന്തിനാ അന്വേഷിക്കുന്നത്? ഒന്നും അറിയാത്ത കൊച്ചിനെ പിടിച്ച് ഉമ്മ കൊടുക്കുക. എന്താടാ ഇവനെ ഇതൊക്കെ പഠിപ്പിക്കാനാണ് നീ നിന്റെ അമ്മയുടെ വീട് വിട്ട് ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ വെറുതെ വായിൽ വന്നൊന്നും വിളിച്ചു പറയില്ലേ? പിള്ളേര് തമാശക്ക് വല്ലതും കാണിച്ചു എന്ന് വെച്ചാൽ തമാശക്കാന്ന് പറഞ്ഞില്ലേ? നമുക്ക് പോയേക്കാം. വാ. എടോ ശവന്തിനി, ഇതിനാണ് തന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. നിക്കടാ അവിടെ. അങ്ങനെയാണോ? എന്നാ നിക്കാം. ശിവാനന്ദ, വേണോന്ന് വെച്ച് ചെയ്യുന്നതിനും വേണ്ടാതിനും കാണിക്കുന്നതിനും ഒരു മര്യാദയുണ്ട്. അതിന് അന്തസ്സെന്ന് പറയും. നീയും നിന്റെ അമ്മയും കൂടെ വീണ്ടും ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ? എത്രയായാലും ആ ചെറ്റത്തരം നിങ്ങൾ വിട്ടുപോകില്ലോടാ. വീട്ടിൽ കയറിവെന്ന് തോന്നിയ ദിവസം പറഞ്ഞാലേ പിന്നെ അളയനാണെന്ന് ഞാൻ നോക്കല. നീ എന്ത് ചെയ്യും? വെട്ടി അരിയോടാ. എന്നാ എടുക്കട വെട്ടി എത്തി. നിങ്ങൾ എന്ത് പോയി പറയുന്നേ? നിങ്ങൾ നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മനുഷ്യനെ കളിയാക്കുവാണോ? അവൻ എന്താ അവകാശമില്ലേ? ഇവൻ അവകാശം ഉണ്ടെന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കിയത്. ആ തെണ്ടിച്ചേക്കനെ വിളിക്കാൻ പറയടോ. ശിവാനന്ദ ആ ചെറുക്കനെ വിളിക്ക്. അയ്യോ അവൻ അങ്ങനൊന്നും ചെയ്യില്ല. വെറും പാവം കൊച്ചനാ. അതെന്തെങ്കിലും ആട്ടെ, അവനെ വിളിക്കുക. അപ്പൊ സത്യം എന്നാന്ന് അറിയാവല്ലോ. എന്താ എന്തിനാ ദേഷ്യപ്പെടുന്ന? ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. പിന്നെന്തുവാ? നിന്റെ കള്ളനോട്ടം കണ്ടറിയാ നീ അത് ചെയ്തു. നാട് മുഴുവൻ ഇളകി വന്നിരിക്കുക. അവരെന്ത് ചോദിച്ചാലും നീ ഇളന്ന് സത്യം ചെയ്താൽ മതി. വാ, കേറ്റിയത് മതി. നിക്കച്ചിട്ടപ്പ ഞാനിതൊന്ന് കഴിച്ചു കഴിയട്ടെ. എന്നോട് തന്നെ വേണോ? വാടാ എഴുന്നേറ്റ്. അവൻ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാ ചോദിക്കേ. കണ്ടോ? വന്നു. ഇവനോട് തന്നെ നേരിട്ട് ചോദിക്കാം. ചെറുക്ക, ഈ കൊച്ചിനെ നീ എന്തുവാ ചെയ്തേ? പറയടാ എന്തുവാന്ന്. ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? എന്താടത്? ഇത്രയും മീശക്കാരെ കണ്ട കൊച്ചു പയ്യനല്ലേ പേടിച്ചു പോകും. ചിറ്റപ്പ ഞാൻ ഇവരെന്തിനാ പേടിക്കുന്നത്? ഞാനാ ഉമ്മ കൊടുത്തേ. ഇപ്പൊ എന്ത് ചെയ്യാൻ പോകും? അവൻ സത്യം പറഞ്ഞല്ലോ. ഇനി നിന്നിട്ട് കാര്യമില്ല. പോയേക്കാം. താടി മീശ വെച്ച് വന്നിരിക്കുക. അവന്റെ മൂന്നേടാനല്ലേ അവൻ ഈ മീശക്കാരെ കൊണ്ടൊന്നും ഞാനൊന്നും പേടിക്കത്തൊന്നുമില്ല. അതെ മാമ, ഞാൻ കാര്യമായിട്ട് പറയാ. ഒരു ദിവസം നിങ്ങളുടെ മകളെ ഞാൻ പൊക്കിക്കൊണ്ടു പോകും. ആര് ജയിക്കുന്നത് നമുക്ക് നോക്കാം. മലയോ കുഴിയോ? കുഴി. കുഴിയാ മലയോ? മല അല്ല കുഴിയാ. നീ കള്ളവാ പറയുന്നേ. കള്ളം പറയുന്നേ. ചുമ്മാ കള്ളം പറയണ്ട. നീ കൈ തിരിക്കുന്ന ഞാൻ ചീമപ്പന്നി. എടി കറുമ്പി, ഇനിയൊരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞാ മോന്തക്കൊറ്റ കുത്താട് തരും. എന്നാ നീ അടിക്കടാ. നീ അധികം ഞാൻ അയ്യോ മുത്തുമണി കിണറ്റി വീണ
തമാശ ഒറ്റ ഒരെണ്ണമില്ല. മുത്തുമണി മുത്തുമണി ഒന്നുമില്ല ഒന്നുമില്ല. മോളെ ഒന്നുമില്ല, കണ്ണു തുറക്കേ. ഒരു കണ്ണു തുറക്കും മോളെ, ഒന്നുമില്ല. എഴുന്നേക്ക് മോളെ, എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്. നോക്കൊന്നുമില്ല. അങ്ങനെ തന്നെ. സത്യം പറഞ്ഞ എന്തോ ഭാഗ്യം കൊണ്ടാ കൊച്ചിന് ജീവൻ തിരിച്ചു കിട്ടി. അറിയാം, കൊണ്ട് രക്ഷപ്പെട്ടു. അതന്നെ വലിയ കൂട്ടി നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോയി വിട്ടേക്കാം. അതെ അതെ. മോളെ നിനക്കൊന്നുമില്ല കേട്ടോ. സമയദോഷം. ഒന്നുമില്ല. ആ ചെറുക്കനില്ലാതെ ഈ കൊച്ചിന്റെ കാര്യം പോക്കായനെ കേട്ടോ. അയ്യോ ഭയങ്കരം. എടാ നീ എന്നോട് മിണ്ടടാ. എടാ എടാ നീ എന്നോട് കൂട്ടുകൂടടാ. ഇല്ല പോ. കൂട് കൂട് എന്നോട് കൂട്ടുകൂടടാ. മിണ്ടടാ. എടാ നീ എന്നോട് മിണ്ടില്ലേ? എപ്പോഴും നീ എന്നോട് മിണ്ടുവല്ലേ? ആ മിണ്ടും മിണ്ടും. നീ എന്നോട് സത്യമായിട്ട് മിണ്ടല്ലോ? സത്യമായിട്ട് മിണ്ടും. നീ മിണ്ടും, പക്ഷെ നീ വലുതായ മിണ്ടുവോ? ആ എന്നോട് ഞാൻ മിണ്ടാം. നീ വലുതായി കഴിയുമ്പോ കല്യാണം കഴിഞ്ഞ് വേറെ നാട്ടിലേക്ക് പോവില്ല. അപ്പൊ നീ എങ്ങനെ എന്നോട് മിണ്ടും? ഞാൻ വലിയ പെണ്ണായിട്ട് എന്റെ അമ്മേനെ പോലെ ഞാൻ വലുതായി. നിന്റെ മുത്തശ്ശി അമ്മയില്ലേ, അവരെ പോലെ ആകുന്നവരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അതുപോലെ സത്യമായിട്ടും? സത്യമായിട്ടും. ഉറപ്പാണോ? സത്യടാ.